സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം പി സി വിഷ്ണുനാഥ് എം.എൽ.എ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. 6 മാസത്തെ കുടിശ്ശിക കാരണം ലക്ഷക്കണക്കിന് പേർ ദുരിതത്തിലായി എന്ന് നോട്ടീസിൽ പറയുന്നു. വിവരങ്ങളുമായി വി.എസ്. അനുരാഗ് ചേരുന്നു. അനുരാഗ്, ഇപ്പോൾ സഭയിൽ ധനമന്ത്രി തന്നെ 5 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞതായാണ് വാർത്തകൾ പുറത്തുവരുന്നത്. എന്താണ് ഈ വിഷയത്തിൽ സഭയിൽ സംഭവിക്കുന്നത് ഇപ്പോൾ? തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 5 മാസത്തെ കുടിശ്ശികയുണ്ട് എന്ന കാര്യം ധനമന്ത്രി നിയമസഭയിൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ കുടിശ്ശിക ഉള്ള കാര്യം അത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് കൂടിയാണ് KN ബാലഗോപാൽ പറയുന്നത്. സാമൂഹ്യ പെൻഷൻ വിഷയം ഉപയോഗിച്ച് പ്രതിപക്ഷം മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത്. ഈ 109 മാസത്തെ പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട്. 5 മാസത്തെ കുടിശ്ശികയുണ്ട് എന്ന കാര്യം സത്യം തന്നെയാണ്. ഇതിൽ ഈ മാസം ഒരു കുടിശ്ശിക കൂടി തീർക്കുമെന്ന കാര്യം കൂടി ധനമന്ത്രി പറയുന്നു. സമയബന്ധിതമായി ബാക്കിയുള്ള മാസത്തെ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. മുതലക്കണ്ണീരാണ് പ്രതിപക്ഷം ഒഴുക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് ഓർക്കണമെന്നും ധനമന്ത്രി പറയുന്നു. രാഷ്ട്രീയമായി എതിർച്ചേരിയിലാണെങ്കിലും ഒരുമിച്ച് നിന്ന് ഈ കേന്ദ്ര വിഹിതം ലഭിക്കാത്തത് ഒരുമിച്ച് നിന്ന് പോരാടി നേടാൻ പ്രതിപക്ഷം സഹകരിക്കണമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. 3 വർഷം കൊണ്ട് രണ്ടാം പിണറായി സർക്കാർ 27,278 കോടി രൂപ പെൻഷനായി വിതരണം ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല. ഇനിയെങ്കിലും UDF കൊടുത്തു, അല്ലെങ്കിൽ അതിലധികം കൊടുത്തു. എനിക്കറിയുന്നതാണ്. ഞാനന്ന് CPM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടി 78,000 രൂപ വരെ കുടിശ്ശിക മേടിച്ചത് എനിക്കറിയാം. സാർ, നിങ്ങൾ കൊടുത്തു തീർത്തെങ്കിൽ പിന്നെ എങ്ങനെ അത് കൊടുക്കേണ്ടി വന്നത്? അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞോ, ഇത് കഴിഞ്ഞ എത്രയോ കാലമായിട്ട് ഈ 18 മാസക്കാലം അങ്ങ് കൊടുത്ത മറുപടി വെച്ച് തന്നെയാണ് പറയുന്നത്. അതുപോലെ എന്നാൽ പിന്നെ ആ ഒരു കാര്യം മാത്രമല്ല സാർ, ഈ കാര്യത്തിനകത്ത് വളരെ ഈ വിഷയത്തിനപ്പുറം രാഷ്ട്രീയം പറയാനാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അതുതന്നെയാണ് പ്രമേയാവതാരകം പറഞ്ഞു. രാഷ്ട്രീയം പറയേണ്ടതാണല്ലോ നമ്മുടെയൊക്കെ ചുമതല. സാർ, ഈ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷനും മറ്റു ചില വിധവാ പെൻഷനും ഒക്കെ നേരത്തെ ഉണ്ട്. സാർ, ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന കൺസെപ്റ്റോട് കൂടി ആദ്യം ഒരു പെൻഷൻ നടപ്പിലാക്കിയത് ആരാണ് സാർ? 1980 EK നായനാർ ഗവൺമെൻറ്റാണ് കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചത് സാർ. അന്ന് 2.94 ലക്ഷം തൊഴിലാളികൾക്ക് 45 രൂപ വെച്ച് ലഭിച്ച പ്രതിമാസ പെൻഷൻ. പിന്നീട് അത് പരിഷ്കരിച്ചതെന്നാ സാർ 1987 നയനാർ ഗവൺമെൻറ് വന്നപ്പോൾ. ഈ പെൻഷൻ അവതരിപ്പിക്കുന്ന സമയത്ത് പറയുന്ന സമയത്ത് ഇത് പ്രത്യുൽപാദനകരമല്ല, പ്രത്യുൽപാദനം ഉണ്ടാക്കുന്നതല്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചത് അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരില്ല. അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് ശ്രീ K കരുണാകരൻ്റെ ഒക്കെ കാലമാണ്. അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിച്ചതല്ലേ ആ പ്രശ്നം സാർ. അതിനുശേഷം എല്ലാ പെൻഷനൊക്കെ സാധാരണ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഞങ്ങൾ അന്നായിരുന്നപ്പോൾ അതായി, അതിനടുത്ത് പ്രാവശ്യം ഇരട്ടിയായി എന്നൊക്കെ പറയുന്നല്ലോ സാർ. 81 മുതൽ 87 വരെ അധികാരത്തിൽ നിന്നിട്ടും കർഷക തൊഴിലാളി പെൻഷൻ നിങ്ങൾ വർദ്ധിപ്പിച്ചോ? അതിനുശേഷമുള്ള സമയം അന്നും അതിനകത്തുണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ സാർ. പിന്നീട് 1995 പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇടത് വർഷമാണ്. 95 NSP നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി വാർദ്ധക്യകാല പെൻഷൻ വരുമ്പോൾ രാജ്യത്താകെ അന്ന് അധികാരത്തിൽ നിന്ന് UDF സർക്കാരായിരുന്നു. പക്ഷേ ആ വാർദ്ധക്യകാലം പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയത് 96 വന്ന LDF സർക്കാരായിരുന്നു. അതിനു മുമ്പ് UDF അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ കണക്കിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് സാർ. 2011 UDF അധികാരത്തിൽ വന്നപ്പോൾ നാമമാത്രമായിട്ട് വീണ്ടും വർദ്ധിപ്പിച്ചു. അത് 80 വയസ്സിന് മേലുള്ള ഒരു വിഭാഗത്തിന് 1200 രൂപയാക്കി. എന്നാൽ ഈ പ്രഖ്യാപനമല്ലാതെ കൊടുക്കുക എന്നുള്ള ശീലം പൊതുവെ ഇല്ലാത്തത് കൊണ്ട് വലിയ കുടിശ്ശികയായിരുന്നു. ഇതൊക്കെ കണക്കുകളിലുള്ള രേഖകളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് സർ. പിന്നെ അത് നേരത്തെ പറഞ്ഞ രേഖയാണല്ലോ, ശങ്കരാചാര്യയുടെ കയ്യിലുള്ള രേഖയല്ല. നേരത്തെ മുനീർ സാഹിബിന്റെ രേഖയാണ് വായിച്ചത്. മുനീർ സാഹിബ് പറഞ്ഞ കാര്യമാണല്ല, ശങ്കരാചാര്യയുടെ കയ്യിലുള്ള രേഖ വെച്ച് രാഷ്ട്രീയ പ്രസംഗം നിങ്ങൾ നടത്തുന്ന പോലെയല്ല സർ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ നിയമസഭാ മറുപടി തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളുണ്ട് സർ. 2016 ഫെബ്രുവരി 15 ബാബു പാലശ്ശേരിക്ക് കൊടുത്ത മറുപടിയിലും 1397 രൂപ കുടിശ്ശികയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാർ. 2 ഗവൺമെൻറ്റുകളും 2 വ്യത്യസ്തമായ സമീപനമാണ് 2 ഗവൺമെൻറ്റുകളുടെയും. ഞാൻ പറഞ്ഞല്ലോ 5 മാസത്തെ കുടിശ്ശികയുണ്ട്. പക്ഷേ ഞങ്ങൾ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസം കൊടുക്കും. ഈ കുടിശ്ശിക ഞങ്ങൾ കൊടുത്തു തീർക്കും, യാതൊരു സംശയമില്ല. അത് പറഞ്ഞാൽ LDF പറഞ്ഞാൽ ആ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് പോവല്ല സാർ. പെൻഷൻ ഒറ്റയടിക്ക് 1000 രൂപയായിട്ട് ഉയർത്താൻ UDF ഓർഡർ ഇട്ടു, പക്ഷെ കൊടുത്തില്ല. ഇങ്ങനെ പിന്നീട് വന്ന LDF ആണ്
ആ 1000 രൂപ കൊടുത്തത് അവസാനം 2021 ഏപ്രിൽ ഈ ഗവൺമെൻറ് വന്ന ആദ്യത്തെ ആ ഘട്ടത്തിൽ 21 ഏപ്രിൽ മുതലാണ് 1600 ആക്കിയത്. അതും ഇപ്പോൾ കൊടുത്തു വരിക. നേരത്തെ എൻ്റെ കണക്ക് ഞാൻ വായിച്ചു. സാർ, ഈ പെൻഷൻ്റെ കാര്യത്തിനകത്ത് CAG റിപ്പോർട്ടിൽ ചില വിമർശനങ്ങൾ വന്നിരുന്നു. അനർഹരായവർ വാങ്ങുന്നു തുടങ്ങിയത്. അതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അങ്ങനെയാണ് 33.99 ലക്ഷം എന്നുള്ളത് ഇപ്പോൾ 62 ലക്ഷം പേര് മസ്റ്ററിനകത്തുണ്ട്. മസ്റ്ററിംഗ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആളുകൾ മസ്റ്റർ ചെയ്യുന്നതനുസരിച്ച് കൂടുകയും കുറയും. അപ്പോൾ അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ.